സലാം സഖാക്കളെ, യാ സലാം സഖാക്കളെ, സലാം 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 സഖാക്കളെ, യാ സലാം സഖാക്കളെ, യാ സലാം സഖാക്കളെ, സലാം 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 സഖാക്കളെ. നൂറു പൂക്കളെ ചതച്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. ചുവന്ന പൂവുകൾ ചുവപ്പണിഞ്ഞതെങ്ങിനെ, മാറിടം പിളർക്കെ അമ്മമാർ കരഞ്ഞതെന്തിനാ? എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. 29 വർഷങ്ങൾക്ക് ഇപ്പുറം കൂത്തുപറമ്പ് കേരളത്തിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ച പേര് പച്ചപ്പുകൊണ്ടോ പ്രശാന്തമായ സൗന്ദര്യം കൊണ്ടോ അല്ല, മറിച്ച് ഒരുപാട് പേരുടെ ഓർമ്മയിൽ ഇപ്പോഴും ജ്വലിക്കുന്ന ഒരു ദുരന്തത്തിന്റെ പേരിലാണ്. 29 വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിലെ വളരെ ശാന്തമായ കൂത്തുപറമ്പ് എന്ന ഗ്രാമത്തിൽ സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധം അതിദാരുണമായ സംഘർഷത്തിൽ എത്തി. 1994 നവംബർ 25 കൂത്തുപറമ്പിൽ വച്ചുണ്ടായ പോലീസ് വെടിവെപ്പിൽ 5 DYFA പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്നറിയപ്പെടുന്നത്. അന്ന് സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവന്റെ യോഗത്തിനിടെ ഉണ്ടായ സംഘർഷമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. കണ്ണൂർ പരിയാരത്ത് തുടങ്ങുന്ന മെഡിക്കൽ കോളേജിന്റെ സ്ഥലവും കെട്ടിടവും സർക്കാരിൻ്റേതായിരുന്നു. അതിന്റെ വായ്പയ്ക്ക് ഉള്ള ജാമ്യവും സർക്കാർ ആയിരുന്നു. ഇങ്ങനെ മുഴുവൻ പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനെ കെ കരുണാകരൻ, MV രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും മെഡിക്കൽ കോളേജ് ട്രസ്റ്റിന് കീഴിലേക്ക് കൊണ്ടുവരാനും നീക്കങ്ങളുണ്ടായി. എന്നാൽ ഇത് സ്വകാര്യമായി മെഡിക്കൽ കോളേജിനെ മാറ്റി അഴിമതിക്കുള്ള വേദി ഒരുക്കുകയാണെന്നും മെഡിക്കൽ കോളേജ് തീർത്തും സഹകരണ മേഖലയിൽ നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കൂത്തുപറമ്പിൽ DYFIയുടെ യുവജന സമരം നടന്നത്. ആഗോളവൽക്കരണത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് എല്ലാത്തരം സേവന മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങി ഉന്നത വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ശക്തിപ്പെട്ടു വന്ന കാലം കൂടി ആയിരുന്നു അന്നു. ഈ സമരത്തിന്റെ ഭാഗമായി മന്ത്രിമാരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ DYFI ആഹ്വാനം ചെയ്യുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് 1994 നവംബർ 25 കൂത്തുപറമ്പ് അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ സഹകരണ മന്ത്രി MV രാഘവൻ എത്തുന്നത്. സ്വാഭാവികമായും ശക്തമായ വിദ്യാർത്ഥി യുവജന പ്രതിഷേധം ഉണ്ടായി. നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെയാണ് എല്ലാ നിയമവും ലംഘിച്ച് പോലീസ് വെടിയുതിർത്തത്. DYFIയുടെ സജീവ പ്രവർത്തകരും നേതാക്കളുമായ രാജീവൻ, റോഷൻ, ബാബു, ഷിബുലാൽ, മധു എന്നീ 5 പോരാളികൾ വെടിവയ്പിൽ രക്തസാക്ഷികളായി. സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന DYFI പ്രവർത്തകൻ പുഷ്പൻ നട്ടെല്ലിന് വെടിയേറ്റ് 29 വർഷമായി കിടപ്പിലാണ്. കൂടാതെ നിരവധി യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വെടിവയ്പിലും ലാത്തിചാർജിലും ഭീകരമായി പരിക്കേറ്റു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും സമരം നടത്തിയവർക്കെതിരെയും കേസുകളുണ്ടായി. ഈ സംഭവത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ കീഴ്ക്കോടതി നടപടിയെടുത്തിരുന്നുവെങ്കിലും പ്രോസിക്യൂഷൻ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് കേസെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കേസ് നടപടികൾ റദ്ദാക്കുകയുണ്ടായി. 1995 പോലീസുകാർക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിനെ തുടർന്നാണ് കേസെടുക്കാനുള്ള നടപടിയുണ്ടായത്. SP രവത ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയുണ്ടായി. ഇതേപ്പറ്റി അന്വേഷിക്കാൻ ഇടതുമുന്നണി സർക്കാർ നിയമിച്ച പത്മനാഭൻ കമ്മീഷൻ 1997 നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് MV രാഘവൻ, ഡെപ്യൂട്ടി കളക്ടർ T ആന്റണി, DYSP അബ്ദുൽ ഹക്കീം ബത്തേരി, SP രവത ചന്ദ്രശേഖർ എന്നിവരും കുറ്റക്കാരായിരുന്നു. ഇവരെ പ്രതി ചേർത്ത് പുതിയൊരു FAR ഫയൽ ചെയ്യപ്പെടുകയുണ്ടായി. ഈ കേസിലെ നടപടികൾ നിർത്തിവെക്കാൻ പ്രതികളുടെ ഹർജിയെ തുടർന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയുണ്ടായി.
ഹെഡ് കോൺസ്റ്റബിൾമാരായ ശ്രീധരൻ, സഹദേവൻ, പ്രേംനാഥ്, കോൺസ്റ്റബിൾമാരായ ദാമോദരൻ, രാജൻ, സ്റ്റാൻലി, അബ്ദുൾ സലാം, ജോസഫ്, സുരേഷ്, ബാലചന്ദ്രൻ, ലൂക്കോസ്, അഹമ്മദ്, ചന്ദ്രൻ എന്നിവരെയും 2006 കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതികളാക്കിയിരുന്നു. പിന്നീട് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട ഹക്കീം ബത്തേരിയെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയുണ്ടായി. ഇദ്ദേഹം DYSP ആയി റിട്ടയർ ചെയ്തയാളാണ്. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 353 പ്രകാരമുള്ള കേസ് പ്രകാരം MB രാഘവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ്. ഈ കേസിൽ 3000-ഓളം പേർ പ്രതികളായിരുന്നു. ക്രൈം നമ്പർ 354 പ്രകാരമുള്ള കേസിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ 1000-ഓളം ആളുകളെ പ്രതികളാക്കിയിരുന്നു. ഈ 2 FIRലും നായനാർ മന്ത്രിസഭ പിന്നീട് നടപടികൾ നിർത്തിവെച്ചു. ഈ കേസിൽ കണ്ണൂർ നാർക്കോട്ടിക് സെൽ DYSP സക്കറിയുടെ നേതൃത്വത്തിൽ പുനരന്വേഷണം നടക്കുകയും 88 പേരെ പ്രതി ചേർക്കപ്പെട്ട കുറ്റപത്രം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയുമുണ്ടായി. DYFA നേതാക്കളായ M സുരേന്ദ്രൻ, MB ജയരാജൻ, K ധനഞ്ജയൻ, M സുകുമാരൻ, പനോളി വത്സൻ, N ഉത്തമൻ, T ലതേഷ്, P മധു എന്നിവരും വെടിവെപ്പിൽ മരിച്ച KG രാജീവൻ, KV റോഷൻ, K ബാബു, ഷിബുലാൽ, മധു എന്നിവരും കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ കേസ് അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം പുതിയൊരു കേസ് ഫയൽ ചെയ്തു. ഈ കേസിൽ MB രാഘവൻ, ഡെപ്യൂട്ടി കളക്ടർ T ആന്റണി, DYSP അബ്ദുൾ ഹക്കീം ബത്തേരി, SP രവത ചന്ദ്രശേഖർ എന്നിവർ പ്രതികളായിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത FIRകളിലെ നടപടി നിർത്തലാക്കി പുതിയ കേസെടുത്തതിനെതിരെ MB രാഘവനും മറ്റ് പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചു. തുടർന്ന് രാഘവനും മറ്റും പ്രതികളായ FIRന്റെ നടപടികൾ നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവായി. കൂത്തുപറമ്പ് സമരത്തിന് ആധാരമായ പരിയാരം മെഡിക്കൽ കോളേജ് LDF ഭരണത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജായി മാറിയിരിക്കുന്നു. ഒരുനാൾ ഇതുപോലെ എല്ലാ സമരവും വിജയങ്ങളിലെത്തും. ആ സമരത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾക്ക് എല്ലാ കാലവും കഴിയുമെന്നത് തീർച്ചയാണ്. നെല്ലു കൊയ്തു വില്ലുപോൽ വളഞ്ഞവർ തൊണ്ടു തല്ലി ചണ്ടിയായി മാറിയോ. നെല്ലറുത്ത പൊന്നരിവാളൊന്നുയർത്തി നിന്ന നാൾ ചുറ്റികത്തല